യുവാക്കൾ, യുവതികൾ ഇതൊന്ന് മനസ്സിലാക്കണേ. എങ്ങനെയെന്നറിയാമോ? കർത്താവിനെ സ്വീകരിക്കണം എപ്പോൾ അവൻ നമ്മുടെ പദ്ധതികളെ ഉലയ്ക്കുമ്പോഴും. നമുക്ക് കർത്താവിനെ ഇഷ്ടമാണ്, ഈശോയെ ഇഷ്ടമാണ്. എപ്പോഴാണ്? നമ്മുടെ പ്ലാനും പദ്ധതിയും പോലെ നമ്മുടെ കൂടെ കർത്താവ് നടക്കുന്ന കാലത്ത് നമുക്ക് കർത്താവിനെ ഇഷ്ടമാണ്. ബട്ട് റിമെമ്പർ, നീ പദ്ധതിയിട്ട, നീ ഒരുക്കിയ കാര്യങ്ങളെ കർത്താവ് തകിടം മറിക്കുമ്പോഴും അവനെ സ്വീകരിക്കാനാകണം. യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ, ട്രൂ ഡിസൈപ്പിൾസ് ഫോളോ ക്രൈസ്റ്റ് ഫ്രം ഹോസാന ടു കാൽവരി. യഥാർത്ഥ ക്രിസ്ത്യാനി മിശിഹായെ ഹോശാന മുതൽ കാൽവരി വരെ അനുകരിക്കണം. ഇന്ന് ക്രിസ്ത്യാനികൾ ഒട്ടനവധി പേരുണ്ട്. പക്ഷെ എല്ലാവർക്കും ഹോശാനയിലെ കർത്താവിനെയാണ് ഇഷ്ടം. ഹോശാന ആലപിക്കാൻ ഇഷ്ടമാണ്. കാൽവരിയോളം വരുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. ദൈവത്തിൻ്റെ വരവ് ഇസ് ഡിഫറൻറ്റ്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലല്ല കർത്താവ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നതെന്നതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് കർത്താവ് കഴുതപ്പുറത്തേറി വരുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്ന കർത്താവ് കിരീടവും ചെങ്കോലവുമായി വെള്ളിക്കുതിരയുടെ മേളിലേറി വരുന്ന ഒരു രാജാവിനെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മുടെ പ്രതീക്ഷകളെ തകിടം മറിച്ച്, നമ്മുടെ ധാരണകളെ തിരുത്തി കർത്താവ് കഴുതപ്പുറത്തേറി സമാധാനത്തിൻ്റെ, വിനയത്തിൻ്റെ രാജാവായിട്ട് വരുന്നു. ഈ അപകടം എപ്പോഴും ഉണ്ട്. രക്ഷാകര ചരിത്രത്തിൽ എപ്പോഴും നടന്നിട്ടുള്ള അപകടമാണിത്. ഹ്യൂമാനിറ്റി മിസ്അണ്ടർസ്റ്റാൻഡ് ഗോഡ്സ് വേസ്. ദൈവത്തിൻ്റെ വഴികളെ തെറ്റായി മനസ്സിലാക്കുന്ന മനുഷ്യകുലത്തിനുള്ള തിരുത്തലാണ് കഴുതപ്പുറത്തേറി ജെറുസലേമിലേക്ക് പ്രവേശിക്കുന്ന കർത്താവ് നമുക്ക് നൽകുന്നതെന്ന് തിരിച്ചറിയണം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമായ ഈശോ മിശിഹായേ, ഞങ്ങളുടെ പദ്ധതികളെ നീ തകർക്കുന്ന നേരത്തും ഞങ്ങളുടെ സ്വപ്നങ്ങളെ നീ ഉലയ്ക്കുന്ന നേരത്തും നിന്നെ ഭവനങ്ങളിൽ ഞങ്ങളുടെ ജീവിതത്തിൽ സ്വീകരിക്കാൻ തക്കവിധം എളിമ ഞങ്ങൾക്ക് നൽകണമേ. എളിമയുടെയും സമാധാനത്തിൻ്റെയും രാജാവേ, നിന്റെ സുഹൃതങ്ങൾ, എളിമയുടെ സമാധാനത്തിന് നല്ല പാഠങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിന് മാതൃകയാകട്ടെ, പ്രചോദനമാകട്ടെ.